യു പ്രതിഭ MLA-യുടെ മകൻ കനിവിനെ കഞ്ചാവ് കേസിൽ നിന്നും ഒഴിവാക്കി എക്സൈസ് കുറ്റപത്രം. അമ്പലപ്പുഴ കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. കേസിലെ പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുത്തിയ ഗുരുതര വീഴ്ചയാണ് കനിവ് ഉൾപ്പെടെയുള്ളവർ കേസിൽ നിന്നും ഒഴിവാക്കപ്പെടാൻ കാരണമായത്. ലഹരി കേസിൽ നടത്തേണ്ട മെഡിക്കൽ പരിശോധനയും നടത്തിയില്ല. സാക്ഷിമൊഴിയും അട്ടിമറിച്ചു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ സമീപ ദിവസങ്ങളിലേറെ ചർച്ചയായ റാപ്പർ വേടന്റെ കേസ് നമുക്കറിയാം. അവിടെ എക്സൈസും പോലീസും ഒക്കെ എന്താണ് നിലപാട് സ്വീകരിച്ചതെന്ന്. പക്ഷെ ഇവിടെ ഒരു MLA-യുടെ മകൻ ലഹരി കേസിൽ പിടിക്കപ്പെടുന്നു. പക്ഷേ പിന്നീട് ആ കേസ് അട്ടിമറിക്കാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായതാണ്. ഏറ്റവും ഒടുവിൽ കുറ്റപത്രത്തിൽ നിന്ന് തന്നെ MLA-യുടെ മകൻ ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കുന്ന സാഹചര്യം. എന്താണ് കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നത്? ടോമെ, കഴിഞ്ഞ ഡിസംബർ 28-നാണ് യു പ്രതിഭ MLA-യുടെ മകൻ ഉൾപ്പെടെയുള്ള 9 അംഗ സംഘത്തെ തകഴിയിലെ പാലത്തിനടിയിൽ വെച്ച് ലഹരി ഉപയോഗത്തിന് എക്സൈസ് പിടികൂടുന്നത്. അന്ന് ഈ സംഭവത്തിനകത്ത് എക്സൈസ് ഇവരെ പിടികൂടിയ ഘട്ടത്തിൽ തന്നെ ഇത് വലിയ രീതിയിൽ ഇങ്ങനെ പിടികൂടിയിട്ടുണ്ടെന്നുള്ള വാർത്ത പ്രചരിക്കുകയും അത് മാധ്യമങ്ങൾ ഉൾപ്പെടെ കടന്നു വരികയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ എക്സൈസിനെതിരെയും മാധ്യമങ്ങൾക്കെതിരെയും രൂക്ഷ വിമർശനവുമായി യു പ്രതിഭ MLA വന്നു. പിന്നീട് പിറ്റേ ദിവസം ഇവർക്കെതിരെ FIR ഇട്ടിട്ടുള്ള FIR ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തു. ഇതിൽ 9 പ്രതികളാണ്, കനിവ് ഉൾപ്പെടെ 9 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഈ കേസിനകത്ത് ആദ്യഘട്ടം മുതൽ തന്നെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഉദ്യോഗസ്ഥന്മാരുടെ മേൽ ഉണ്ട് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുട്ടനാട് റേഞ്ച് CI സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ജയരാജാണ് ഇവരെ പിടിക്കുന്നത്. ഈ പിടിക്കുന്ന ഘട്ടത്തിൽ ആദ്യം 90 ഗ്രാം കഞ്ചാവെന്ന് പറയപ്പെടുകയും പിന്നീട് അത് 3 ഗ്രാം എന്ന എക്സൈസ് തിരുത്തി പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം, അതായത് ഈ കനിവ് ഉൾപ്പെടെയുള്ള ആളുകളെ പിടിച്ചതിന് ശേഷം ഇന്ന് അമ്പലപ്പുഴ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. ഇന്നലെ ഒരു ഇടക്കാല റിപ്പോർട്ട് എക്സൈസ് നൽകി. ഒപ്പം തന്നെ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് ഈ കുറ്റപത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അത് തികച്ചും അത്ഭുതകരമായാണ് നമുക്ക് തോന്നുന്നത്. അതായത് ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരെ പിടിച്ചത് എക്സൈസ് ആണ്. ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായി എന്ത് നടപടിക്രമങ്ങൾ അതിനകത്ത് പാലിക്കണമെന്ന് വളരെ ബോധ്യമുള്ള നമ്മുടെ അന്വേഷണ സംവിധാനമാണ് എക്സൈസ്. പക്ഷേ എക്സൈസ് പിടിച്ച ഈ കനിവ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇവരുടെ ആ റിപ്പോർട്ട് പ്രകാരം വ്യക്തമാക്കുന്നത് ഇവരുടെ ഉച്ഛ്വാസവായുവിൽ കഞ്ചാവിന്റെ ഗന്ധമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഉച്ഛ്വാസവായുവിൽ കഞ്ചാവിന്റെ ഗന്ധമുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കിയില്ല എന്നുള്ളതാണ്. അതായത് ഒരു ലഹരി കേസിൽ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം പിടിക്കുന്ന ആളുകളുടെ ലഹരി ഉപയോഗം നടന്നിട്ടുണ്ട് എന്നുള്ള ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കുക എന്നുള്ളതാണ്. അവിടെ തന്നെ ഈ കേസ് പാളി എന്നുള്ളതാണ്. ഈ കനിവ് ഉൾപ്പെടെയുള്ള ആരെയും തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കിയില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്, നമുക്കറിയാം, ഒരു കേസിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു പ്രതിയെ പിടിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചെയ്യുക ആ കേസിന് ബലം നൽകുന്ന രീതിയിൽ അതിന്റെ തെളിവുകൾ പരമാവധി ക്രോഡീകരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു കേസ് കോടതിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാക്ഷികളുടെ മൊഴി. എന്നാൽ ഈ ദൃക്സാക്ഷി മൊഴിയായി ഇവിടെ ഈ കേസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കനിവ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ 9 അംഗ സംഘത്തിലെ ചെറുപ്പക്കാരും ലഹരി ഉപയോഗിക്കുന്നത്, കഞ്ചാവ് ഉപയോഗിക്കുന്നത് തങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ള 2 ദൃക്സാക്ഷി മൊഴികളാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഒരു കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ കേസിന് തികച്ചും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള 2 മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതും ഒക്കെ ഈ കേസിൽ അട്ടിമറി നടന്നിട്ടുള്ള എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ്. മറ്റൊന്ന്, ജയരാജ് അതിനകത്ത് സൂചിപ്പിച്ചിരുന്നത് ഇവർ ചിതറി ഓടുന്നത് മാത്രമാണ് താൻ കണ്ടത് എന്നുള്ളതാണ്. ഇത്രയധികം ബോധ്യമുണ്ടായിരുന്ന എക്സൈസ് എങ്ങനെയാണ് പിന്നീട് ഒരു FIR ഈ കേസിനകത്ത് രേഖപ്പെടുത്തിയത് FIR രേഖപ്പെടുത്താനായി കഴിഞ്ഞത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് വകുപ്പ് തല അന്വേഷണം നടന്നിരുന്നു. ആ വകുപ്പ് തല അന്വേഷണത്തിൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറിന്റെ റിപ്പോർട്ട് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയിരുന്നു. ഈ വകുപ്പ് തല റിപ്പോർട്ട് എക്സൈസ് ആസ്ഥാനത്ത് എത്തിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. പക്ഷേ ആ വകുപ്പ് തല ഇത്തരത്തിൽ MLA ഉൾപ്പെടെ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷ MLA-യുടെ മകൻ ഉൾപ്പെടെ വീഴ്ച വന്ന കേസ്, അവരെ ചേർക്കുന്ന കേസിൽ വീഴ്ച വന്ന ഒരു കേസിനകത്ത് ഈ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അങ്ങനെ വീഴ്ച വന്ന ഒന്നെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ പരിശോധിക്കേണ്ടതാണ്. സ്വീകരിക്കാതെ ഇവർ മൗനം പാലിക്കുമ്പോൾ ഇടതുപക്ഷ CPM-ൽ തന്നെ ഒരു MLA-യുടെ മകനെ
ലഹരി കേസിൽ പിടികൂടുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകും. കാരണം ഇവിടെ ആ സംഭവത്തിന് പിന്നാലെ, ആ കേസിന് പിന്നാലെ എക്സൈസിനെ വിമർശിച്ചുകൊണ്ട് യു പ്രതിഭ MLA രംഗത്തെത്തിയതാണ്. അങ്ങനെ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെ സൃഷ്ടിച്ചൊരു കേസ് കൂടിയാണ് ഈ കനിവിനെതിരായിട്ടുള്ള ലഹരി കേസ്. ഇവിടെ ഏത് രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദം ചെലുത്തി ഇങ്ങനെ ഈ കേസ് അട്ടിമറിച്ചൊന്നും തന്നെയല്ലേ ഈ കേസിൽ നിന്നും ഈ കുറ്റപത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ടോമെ, വിചിത്രമായ വാദങ്ങൾ നിരത്തുന്ന കനിവിനെ ഉൾപ്പെടെ ഈ കനിവ് ഉൾപ്പെടെയുള്ള ആദ്യത്തെ 2 പ്രതികളുടെ കൈവശം മാത്രമാണ് കഞ്ചാവ് ഉണ്ടായിരുന്നതെന്നും അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ഉപകരണങ്ങൾ, കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളത് എക്സൈസ് രേഖപ്പെടുത്തുന്നു. 1ഉം 2ഉം പ്രതികളെ പ്രതി ചേർത്തുകൊണ്ട് ബാക്കിയുള്ള 3 മുതൽ 9 വരെയുള്ള പ്രതികളെയാണ് ഒഴിവാക്കിക്കൊണ്ടുള്ള കുറ്റപത്രം നൽകിയിരുന്നത് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവരെ പിടിച്ച് FIR ഇട്ടത് ഈ നർക്കോട്ടിക് കുട്ടനാട് റേഞ്ച് CI ജയരാജ് ആണെങ്കിൽ പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥനായി വന്നത് FIR ഇട്ട് ഈ കേസ് കൈമാറിയതിനു ശേഷം പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കേസ് കൈമാറിയത് ആലപ്പുഴയിലെ സർക്കിൾ നർക്കോട്ടിക് സെല്ലിന്റെ CI ആണ്, മഹേഷാണ്. അദ്ദേഹമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ കേസിനകത്ത് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് പോലും അത് ഇവരെ പ്രതി ചേർത്ത് നിർത്താൻ കഴിയാത്ത രീതിയിൽ അത്ര വീക്കായി ഒരു നടപടിക്രമങ്ങൾ നടത്തി എന്നുള്ളതാണ്. അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു നടപടിക്രമങ്ങൾ നടത്തി എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഉദ്യോഗസ്ഥന് മേൽ വന്ന രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിൽ നിന്നുള്ള ആരോപണത്തെ ശരിവെക്കുന്നു എന്നുള്ളതാണ്. അവിടെ കുട്ടനാട് എക്സൈസ് ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഒരു CPM പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇതിനുവേണ്ടി ഇടനില നടത്തി എന്നുള്ള ആരോപണം ശക്തമായി നിലനിൽക്കുന്നതിനിടയിലാണ് ഈ ഒരു ഉദ്യോഗസ്ഥൻ, അതായത് ഒരു പ്രാഥമികമായ ഒരു നടപടിക്രമങ്ങൾ പോലും ഈ ഉദ്യോഗസ്ഥന് അറിയില്ല എന്നുള്ള ചോദ്യം ഉയർത്തുന്നുണ്ട്. അദ്ദേഹത്തോട് നമ്മൾ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടിയിരുന്നു. അപ്പോഴും അദ്ദേഹം ഇതിനകത്ത് മൗനം പാലിക്കുകയാണ്. പറയേണ്ട ഘട്ടത്തിൽ താൻ കാര്യങ്ങൾ പറയുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ജയരാജിന് മേൽ ആരെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ സമ്മർദ്ദം ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥൻ അത് ഡിപ്പാർട്ട്മെന്റിൽ അത് അറിയാമായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇതിനകത്തൊരു വകുപ്പ് തല നടപടിയിലേക്ക് പോകാത്തത്. മറ്റൊന്ന്, ഒരു MLA ആരോപിക്കുന്ന രീതിയിൽ MLA പരാതി നൽകിയിരുന്നു എക്സൈസ് മന്ത്രിക്ക്. അങ്ങനെ MLA ആരോപിക്കുന്ന രീതിയിൽ MLAയുടെ ആരോപണം ശരിയായി വരുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ, അതായത് കനിവിനെതിരെ തെളിവില്ലെന്ന് അവർ പറഞ്ഞ പോലെ രീതിയിൽ തന്നെ കാര്യങ്ങൾ വരത്തക്ക രീതിയിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നടപടി വേണം. 1 മാസമായിട്ടും ഈ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ട് പോയിട്ടും ആ ഒരു നടപടിയില്ല. അതായത് ഇതിനകത്ത് ചില ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനയിലേക്കാണ് അത് എത്തിക്കുന്നത്. മറ്റൊന്ന്, എങ്ങനെയാണ് 2 സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അത് ഈ നടന്ന സംഭവത്തിന് തികച്ചും എതിരായുള്ള മൊഴി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ എങ്ങനെ തന്റെ ആ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിൽ അങ്ങനെ ഒരു മൊഴി രേഖപ്പെടുത്തി എന്നുള്ളതിന്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്താണ് അതിന്റെ ഉത്തരം എന്നുള്ളത് അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 2 സാക്ഷികളെ ആകെ ഉള്ളൂ. ആ 2 സാക്ഷികളും നടന്ന സംഭവത്തിന് നേരെ എതിരായിട്ടുള്ള മൊഴി നൽകിയിരിക്കുന്നു. ഒപ്പം ഏതെങ്കിലും ഘട്ടത്തിൽ ഇവർ പിടിക്കപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന ആ മെഡിക്കൽ പരിശോധന ഇവരുടെ കാര്യത്തിൽ വലിയ കനിവോടുകൂടി ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ്. ടോം, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. യു പ്രതിഭ MLAയുടെ മകൻ കനിവിനെ ലഹരി കേസിൽ, കഞ്ചാവ് കേസിൽ പിടികൂടിയ കേസിലാണ് ആ പ്രതിപ്പട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കിക്കൊണ്ടുള്ള കുറ്റപത്രം എക്സൈസ് സമർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഈ കേസ് പരിശോധിക്കുമ്പോൾ ഓർമ്മ വരുന്നത്, ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കൊച്ചിയിലെ ഒരു ലഹരി കേസിൽ ഒരു അമ്മ മകൻ ഈ ലഹരി ഉപയോഗിച്ച് അക്രമാസക്തനായപ്പോൾ പോലീസിനെ വിളിച്ച് വിവരം പറയുകയും മകനെ പോലീസിന് പിടിച്ചു കൊടുക്കുകയും ചെയ്തൊരു അമ്മയാണ്. കാരണം ഇവിടെ പ്രതിഭാഹരിയുടെ മകൻ നിരപരാധിയാണെങ്കിൽ ഒഴിവാക്കപ്പെടട്ടെ, പക്ഷെ അതല്ല, ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ലഹരി കേസിൽ പ്രതിയാണെങ്കിൽ ഒരമ്മ എന്ന നിലയിൽ അവർ സംരക്ഷിക്കുകയല്ല വേണ്ടത്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരാണ്, കുട്ടികളാണ്. അവരിപ്പോഴേ തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ നാളെ ഇതുപോലുള്ള ലഹരി കേസുകളിൽ പെടുന്ന കുട്ടികൾ കൈവിട്ടു പോകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക.